ഇന്ന് നമുക്ക് സ്പെഷ്യൽ മുളകിട്ട മത്തിക്കറി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തിയാണ്. പിന്നെ 2 നല്ല ചുവന്ന തക്കാളി വലുതെടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 11 ഉള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, 3 വെളുത്തുള്ളി, 4 പച്ചമുളക്, ആവശ്യത്തിന് വേപ്പില എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കാശ്മീരി മുളക് പൊടിയും ഒരുമിച്ച് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ അരച്ചെടുക്കാം. തക്കാളിയും മുളക് പൊടി ഞാൻ അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഈ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കറിക്കുള്ള റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കാം. ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ അരപ്പിന് ശേഷം ചേർത്തത്. ഒരു 1/4 ഗ്ലാസ് കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലായിട്ട് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കറി നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ മീൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. കുടംപുളിയും ചേർത്ത് കൊടുക്കാം. കൂടുതൽ ടേസ്റ്റ് മാങ്ങ ചേർക്കുന്നതാണ്. 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കറി കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് അതിൽ കൂടുതൽ ചേർത്തിരിക്കുന്നത്. കാരണം മറ്റേ മുളക് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല എരിവ് കൂടും. ഇതാകുമ്പോൾ നല്ല കളറും കിട്ടും, എരിവ് കുറവായിരിക്കും. കറി നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.